വെൽക്കം ടു ഫിനു കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ മസാലയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ ഉപ്പൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക്, സാധാ നോർമൽ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ നീര്, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേനും നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉലുവയും വലിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് കുറച്ച് സവാള, 1-2 സവാള അരിഞ്ഞതും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. ഒരു 2 സവാളയൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റണം. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് സവാള നമുക്ക് വഴഞ്ഞ് കിട്ടും. നന്നായിട്ട് സവാളഞ്ഞ് നല്ലോണം വഴറ്റിയെടുക്കണം. സവാളയുടെ പച്ചമണക്ക് നന്നായി പോകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 3-4 പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 5 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ചേർത്തുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 5 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് പച്ചമുളക്. എന്നിട്ട് അതും നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. സവോള ഒന്നുകൂടെ നമുക്ക് വഴഞ്ഞ് കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ബാക്കി പച്ചമുളക് കൂടെ ഇട്ട് വഴറ്റുക. എന്നിട്ട് എനിക്കിവിടെ എണ്ണ കുറച്ച് പോരാ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അതിലോട്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതിനെ ആഡ് ചെയ്യുക. അതിൻ്റെയും പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി അരിയാനില്ലെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലോട്ട് ഞാനിവിടെ നല്ലോണം കുറച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ള തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 തക്കാളി ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഗ്രൈൻഡ് ചെയ്തിട്ടോ ക്രഷ് ചെയ്തിട്ടോ എങ്ങനെയാ വെച്ചാൽ ആഡ് ചെയ്യാം. നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല നമുക്ക് നല്ലോണം ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യണം, മുറിച്ചിടരുത് കേട്ടോ. ഇത് നന്നായിട്ട് തക്കാളിനെ സവോളയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കാരണം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുമ്പോഴേട്ട് പെട്ടെന്ന് എടുക്കരുത്, നല്ലോണം വഴറ്റിയെടുക്കണം. തക്കാളിയുടെ മണം ഉണ്ടാവും, അത് പോയി കിട്ടണം, പച്ചമണം പോയി കിട്ടണം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി, പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാല പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വീണ്ടും നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും പച്ച സ്മെല്ല്, റോ സ്മെല്ല് പോയി കിട്ടണം നമുക്ക്. എന്നാലാണ് നമ്മുടെ ഇതിന് ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പുളിപ്പിന് വേണ്ടി നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണം ഇതിലോട്ട് പുളി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പുളിയൊക്കെ ഉള്ളതാണ് ഫിഷ് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ചുകൂടെ ഒരു വെള്ളം ഞാൻ ആ ഇതിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം മൊത്തം വറ്റി ഡ്രൈ ആയി പോകും. അപ്പോൾ അതിനാണ് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഈ സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ മീൻ നമുക്ക് വറക്കാം. അതിന് വേണ്ടി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ ആ മീനിനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ വറുത്തെടുക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കും, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും.
ഇതൊരു 3/4 ഭാഗം വേവാകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് ഒരു 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കണത്. അപ്പോൾ എന്താണ് പൊട്ടി പോകാത്ത പോലെ തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ 1-2 ബാച്ചായിട്ട് ഇത് മറിച്ചിട്ട് വറുത്ത് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3/4 ഭാഗം വെന്താൽ മതി. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മസാലയിലിട്ട് ഇത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മൾ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നിട്ട് അതിനെ 3/4 ഭാഗം വേവായതിന് ശേഷം അതിനൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ എല്ലാ ബാച്ചും അതായതുള്ള ഫിഷ് മുഴുവൻ അതേപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ വെച്ചേക്കുന്ന ഗ്രേവി തുറന്നിട്ട് അതിലോട്ട് നമ്മൾ ഇപ്പോൾ വറുത്ത് കോരി വെച്ചില്ലേ ആ ഫിഷ് അതിലോട്ട് ആഡ് ചെയ്യുക. ഒന്നായിട്ട് കൊട്ടിയിട്ട് നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രേവിയിലോട്ട്. ഒന്നിച്ച് നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഓരോ പീസ് എടുത്തിട്ട് ഗ്രേവിയിലോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ. ഇനി അതൊന്ന് എല്ലാവരുടെയും ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് നമ്മളുടെ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി എല്ലായിടത്തുമൊക്കെ ഒന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം ഉള്ളത്. അപ്പോൾ ഒന്നത് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മസാല കയ്യിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഞാൻ ഇവിടെ തണ്ടോട് കൂടി വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് തണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മളുടെ ഫിഷ് ഫ്രൈ മസാല റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. നമ്മൾ ചോറിൻ്റെ ഒപ്പമോ ദോശയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടി അതുപോലെ പൊറോട്ട എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അതായത് നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും സാധാരണ നമ്മുടെ ഫിഷ് കറിയുടെ റെസിപ്പി പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും അതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും. നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസും എനിക്ക് അറിയിക്കണം. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇനി അടുത്ത റെസിപ്പി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇത് ഷെയർ ചെയ്യണം. താങ്ക് യു.